ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു ദിവസം വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ലാപ്ടോപ്പിലൊക്കെ ഓരോ കാര്യങ്ങൾ നോക്കിയത്. പിന്നെ എൻ്റെ വീട്ടിൽ പണിക്കാരുണ്ട് ഗൈസ്, അവിടെ മേലെ വാർപ്പ് നടക്കണേ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേൾക്കും. അതെ, അതിൻ്റെ പണിയിലായിരുന്നു. അതുകൊണ്ടാണ് ഉച്ചയ്ക്കിപ്പോൾ ഉച്ച കഴിഞ്ഞു ഗൈസ്. വീഡിയോ എടുക്കാൻ ലേറ്റായിപ്പോയി ഞങ്ങൾ. അതൊക്കെയാണ് നമ്മുടെ പരിപാടി. നമ്മൾ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. മീൻസ് നമ്മുടെ ചാനലിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കണേ. അപ്പം അതിൻ്റെ പരിപാടിയിലായിരുന്നു ഗൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലോങ് വീഡിയോ ഇട്ടു. ഇനി നമ്മൾ വിചാരിച്ച എത്ര റീച്ച് കിട്ടിയിട്ടില്ല. അപ്പം നമ്മളെല്ലാവരും പോയി കാണണം. അതെ, കാണാത്തവരൊക്കെ വീഡിയോസ് പോയി കാണും. കമന്റ് ഇടൂട്ടോ എല്ലാവരും വീഡിയോ കണ്ടിട്ട്. ഗൈസ്, അപ്പോൾ വേറെ എന്താ ഇപ്പോൾ പറയാൻ വിചാരിച്ചത്? അങ്ങനെ പ്രത്യേകിച്ച് എന്നത്തെയും പോലെ തന്നെ വെറുതെ ഒരു ഡെയിലി വ്ളോഗ് മാതിരി എടുക്കാൻ വിചാരിച്ചു. രാവിലെ എടുക്കാൻ വിചാരിച്ചതായിരുന്നു. എത്ര ടൈമായി ഗൈസ്. എടുത്ത് വന്നപ്പോൾ സമയം ഇപ്പം എത്രയെന്നറിയോ? 2:30 ഇത് കഴിഞ്ഞിട്ട് ഓർക്ക് പണിക്കാർ പണി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓർക്ക് ഫുഡ് കൊടുക്കണം. അങ്ങനത്തെ ഒക്കെ പരിപാടി. ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്, കഴിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെന്താ ഗൈസ്, നിങ്ങളൊക്കെ വിശേഷം എന്താണ്? എല്ലാവരും പറയൂ. ഞങ്ങളെ ലോങ് വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് പറയാൻ മറക്കരുത് ഗൈസ്. അതെ, കുറെ ആൾക്കാരൊക്കെ കമന്റ് ഇട്ടണ് കേട്ടാ. കുറെ ആൾക്കാരെന്ന് പറയല്ല, 4-5 ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളെ നാടിനെ കുറിച്ചിട്ട് നല്ല പറഞ്ഞവരുണ്ട്. ഞങ്ങളെ കമന്റ് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ഗൈസ്. പറ്റുന്നതിനൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ എന്റെ ഫോൺ അടിച്ചു പോയി പറഞ്ഞില്ല ഗൈസ്. അതുകൊണ്ട് റിപ്ലൈ തരുമ്പോൾ ഇമോജി ആഡ് ആക്കാൻ പറ്റുന്നില്ല ആപ്പിലായതുകൊണ്ട്. അപ്പോൾ പിന്നെന്താ, എന്നാലും ഫോൺ എടുക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷെ എടുക്കാത്തത് എന്തുകൊണ്ട് നന്നായി. കാരണം ഫോൺ കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഫോണ് ഞങ്ങൾ കുറേ കടയിൽ കയറി ഇറങ്ങി. മൈജിൻ്റെ ഷോറൂമിൽ ആ ഫോൺ വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അത് ഓൺലൈൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവിടെ അത് വരുന്നില്ല പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിരൂർ തന്നെ എന്താ പറയുക, തിരൂർ ഫോണിൻ്റെ ഗാഡ്ജറ്റ്സിൻ്റെ ഒരു എന്താ പറയുക വമ്പിച്ച ശേഖരമുള്ള സ്ഥലമാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തിരൂർ മാർക്കറ്റിലൊക്കെ പോയി, ജപ്പാൻ സ്ക്വയറിൽ പോയേക്ക്, അവിടെയൊക്കെ പോയേക്ക്. പക്ഷെ അവിടെ ഒന്നും അത് മാത്രം വന്നിട്ടില്ല. അതിൻ്റെ വേറെ മോഡൽസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പം അതിപ്പോൾ സ്റ്റോക്കിൽ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിന് സ്റ്റോക്കിൽ വന്നതിന് ശേഷം എനിക്ക് ഫോൺ കിട്ടുള്ളൂ ഗൈസ്. അതുവരെ ഞാൻ ഇങ്ങനെയൊക്കെ ലാപ്പിലാവും നമുക്ക് റിപ്ലൈ തരിക. അപ്പം അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും. നിങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കും. അപ്പം ഇനി എന്തായാലും ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇത്രയും ദിവസം അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ നോക്കിയപ്പോൾ അത് സ്റ്റോക്ക് തീർന്നു ഗൈസ്. ഇന്നലെ നോക്കിയപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് മാത്രം ഇല്ല. അതിൻ്റെ വേറെ എല്ലാ മോഡലും ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരിനി വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു മോഡൽ ഇറക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാവും അതിൻ്റെ മാത്രം സ്റ്റോക്കില്ല. വേറെ എല്ലാ ഫോണുണ്ട്. ഞാൻ നോക്കിയ ഫോൺ മാത്രമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് വേറെ ഏതെങ്കിലും എടുത്തൂടെ? അതന്നെ വേണത്. കാരണം ഞാൻ കുറേ നേരം കുത്തി ഇരുന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് അത്. എൻ്റെ റിവ്യൂ നോക്കി നോക്കി നോക്കി. പിന്നെ ബെസ്റ്റ് ഫോൺ ഏതെങ്കിലും ഉണ്ട് എനിക്ക് പറയാം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു നല്ല അടിപൊളി ഫോൺ എടുക്കാം. മീൻസ് ക്യാമറ ക്വാളിറ്റിയും കൂടി വേണമല്ലോ. ക്യാമറ ക്വാളിറ്റി ഉണ്ട്, അതിലും ക്വാളിറ്റി ഉണ്ട്. അപ്പം ഞാൻ നോക്കിയതും അങ്ങനത്തെ ഫോൺ നോക്കി തന്നെ എടുത്തത് ഗൈസ്. അപ്പോൾ അതൊക്കെ നോക്കിയെടുത്തപ്പോൾ ആ ഫോണില്ല. എനിക്ക് മനസ്സിലുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ പണിക്കാർ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ലേറ്റാവും. ഒരു കഞ്ഞിയൊക്കെ കുടിച്ച് ഞാൻ രാവിലെ ചായ അടിച്ചതാണ്. അപ്പോൾ സമയം 2:45 അപ്പം ഞാൻ എന്തായാലും ഫുഡൊക്കെ റെഡിയാണ്. മീൻ മാത്രം വറുക്കാനുള്ളൂ. ഒരു പണി കഴിയുന്ന ടൈം ആകുമ്പോഴത്തേനും വറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലേറ്റായത്. അപ്പം അച്ഛൻ ചോറ് കഴിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ വറുക്കാൻ പോവാം ഗൈസ്. അതൊക്കെ കാണിച്ചാൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ
ഫിഷ് ഫ്രൈ. സ്പെഷ്യൽ എന്നാലും അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് മീൻ വറക്കാൻ പറ്റും. ഇതെന്ത് മീനാ? ഇത് ഈ മീനിന്റെ പേര് അയിലക്കണ്ണീനാണ്. അച്ഛൻ്റെ അച്ഛനാണ് പാചകം ചെയ്യുന്നത്. ചോറ് വിളമ്പുന്നു. അവൾക്ക് 1ാം ക്ലാസ്സിൽ വാങ്ങി കൊടുത്ത പ്ലേറ്റാണ് അത്. ചോറുന്നത് ഇപ്പോഴും ചോറ് തന്നെയാണ്. ഇപ്പോഴത്തെ എത്ര വയസ്സായി? 22. 21ാം വയസ്സിലും ഓടായിട്ടുള്ളത് സാമ്പാറാണ്. സാമ്പാറ് അവൾക്ക് ഫേവറേറ്റ് സാധനം വെണ്ടയ്ക്കയാണ് ഗൈസ്. അവള് അതിൽ ഇറങ്ങിട്ട് കിട്ടാ. അടുത്തടുത്ത് കഞ്ഞിക്ക് കൊടുത്ത ചമ്മന്തിയാണ് അതിന്റെ ബാക്കിയുണ്ട്. അത് കുറച്ചൊക്കെ എന്റെ ഡാഡി എത്ര പറഞ്ഞാലും കേൾക്കില്ല. ക്യാബേജ് തോരനാണ് ഗൈസ്. ഈ തോരൻ അച്ഛ 1, 2, 3, 4 മീൻ വറുത്തതാണ് നമുക്ക് ചോറക്കുള്ളത്. നല്ല ഗൈസ്, ഞാനിത് ഒരു മീൻ വറുത്തത് എടുത്ത് പിന്നെ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനം ഞാനിപ്പോഴും ഉണ്ടാക്കും. മീൻ വറുത്ത ചട്ടി തന്നെ ഉണ്ടാക്കുന്നത്. കോഴി മുട്ട എനിക്കത് ഇല്ലാതെ പറ്റില്ലേ. മീൻ വറുത്ത ചട്ടി തന്നെയാണ് കഴിച്ചുണ്ടാക്കുന്നത്. എനിക്ക് ചട്ടി കഴുകി മറക്കാൻ വയ്യ. ചോറ് കോഴിമുട്ട ഉണ്ടാക്കി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം സ്പേസ് ഇതായതുകൊണ്ട് നമ്മള് എടുത്തില്ല ഗൈസ്. ഇപ്പൊ ചോറൊക്കെ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞാല് സാമ്പാറുണ്ട്, മീനുണ്ട്, മുട്ട ഉണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ ക്യാബേജ് മുട്ടയുണ്ട്. അതാണ് കഴിക്കുന്നത് ചോറിനുള്ളത്. ഇത് മാത്രമല്ല പപ്പടം, അച്ചാറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആക്കുന്നില്ല. കഴിക്കാം ഗൈസ്. അമ്മ കഴിച്ചിട്ട് വന്നതാണ്, അതാണ് ഇവിടെ കഴിക്കാത്തത്. നമ്മള് തിന്നണോന്നും കൂടി എന്നോട് ചോദിക്കണില്ല ഗൈസ്. അത്ര തിന്നാ ഒരു ദിവസം ഒരു നേരം ഉച്ചയ്ക്ക് തിന്നാ മതി. വെള്ളം കുടിക്കട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങള് സ്ക്രീൻ നടക്കില്ല. ഫുഡൊക്കെ കഴിച്ച് വന്നിരുന്നു. എന്നിട്ടിപ്പോ എന്താ പറയാ, ഒരു സാധനം ശരിയാക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ, ഞങ്ങള് കവർ പേജിലുള്ള ഫോട്ടോ എടുക്കാൻ പോയി. കുറച്ച് ക്രിയേറ്റീവായിട്ട് എടുത്തതാണ് ഗൈസ്. ആരും ഞെട്ടരുത് ഗൈസ്. നിങ്ങളാ കവർ പേജ് കണ്ടാത്തന്നെ ചിലപ്പം വിചാരിക്കും. പക്ഷേ ഞങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ, അത്ര കാര്യമൊന്നുമില്ല. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് അവളെ ലാപ്ടോപ്പ്. ഇത് കിട്ടിയതിന് ശേഷം ഇത് താഴത്ത് വെക്കണ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. കാരണം അപ്പോഴത്തെ ഫോൺ അടിച്ചു പോയല്ലോ, ബാക്കിയുള്ളൊക്കെ ഇതിലാണ്. ഫോണില്ല, അപ്പോൾ വാട്സപ്പ് ഇതിലാണ്, ഇൻസ്റ്റഗ്രാം ഇതിലാണ്, നമ്മുടെ യൂട്യൂബില് സ്റ്റുഡിയോ, അതൊന്നും ഇങ്ങോട്ട് താറ്റി സ്റ്റുഡിയോ ഇതിലാണ്, ഒക്കെ ഇതില്ല. അതുകൊണ്ട് ഇത് താഴത്തേക്ക് ഞങ്ങൾ ടൈം കിട്ടൂല, സ്വാഭാവികം. പിന്നെ എന്തെങ്കിലും ഒന്ന് പഠിക്കണമെങ്കിൽ അതും ഇതിലാണ്, ഒക്കെ ഇതിലാണ് ഗൈസ്. ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം ഗൈസ്. അപ്പോൾ
ഈ മാസം നമ്മളത് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഗിവ്അവേ കൊടുക്കുന്നതാണ്. എന്താണെന്നൊന്നും ഇപ്പൊ പറയുന്നില്ല. നമ്മൾക്കൊന്ന് പറ്റണം എന്തെങ്കിലും. ചിലപ്പോൾ ചെറുതാവും, ചിലപ്പോൾ വലുതാവും, ചിലപ്പോ കുറച്ച് വിലപ്പെട്ടതാവാം. ആവാം. അപ്പോൾ എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കൊടുക്കുള്ളൂ. കാരണം ഒരാൾ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കാണുന്നുണ്ടാവും, പക്ഷെ നമുക്കറിയില്ല അവരെ. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് നമ്മളവർക്ക് കൊടുക്കും ഗിവ്അവേ. ഇപ്പം എത്ര സബ്സ്ക്രൈബേഴ്സായി ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം 897 സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ഉള്ളത്. അപ്പം നമ്മളത് 1K ആവാൻ ഇനി കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സിന് മതി. ഞങ്ങളിപ്പോൾ ലൈവ് കുറച്ചായിട്ട് നിർത്തി വെച്ചതാണ്, കാരണം ഫുൾ തിരക്കായി പോയി ഗൈസ്. പിന്നെ അച്ഛൻ പുതിയ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിക്കണേ. ഇത് വാങ്ങിയതിന് ശേഷം ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ അതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു വ്ളോഗ് എടുത്തതാണ്. പിന്നെ ഗൈസ് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. എന്താണത് ഗൈസ്? ഇത് നോക്കൂ, എൻ്റെ അമ്മയ്ക്ക് അമ്മന്റെ അംഗനവാടിയത്തെ കുട്ടികളെ കൊടുത്താട്ടോ. എൻ്റെ അമ്മ നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അമ്മ വേറെ അംഗനവാടിക്ക് മാറിയ ടൈമില് ഒരു കൊടുത്തതാണ്. ഫ്രെയിം മാത്രല്ല ഡ്രസ്സും ഉണ്ട് കേട്ടോ, കൂടെ ഡ്രസ്സൊക്കെ ഉണ്ട്. ഇപ്പൊ കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ ഗൈസ് നമ്മള് ബ്യൂട്ടി വ്ളോഗ്സ് ഒക്കെ ചെയ്യാൻ പോവാണ്. മീൻസ് ബ്യൂട്ടി ടിപ്സ്, പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ, ഗെറ്റ് റെഡി വിത്ത് അസ്, ഇതൊക്കെ നമ്മൾ ചെയ്യും. എന്നും ചോദിക്കാതെ ചെയ്യും. ഫോണൊക്കെ കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് അതെ അച്ഛന്റെ ഫോൺ റെഡി ആയാല് ഞങ്ങളെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. യെസ് ഗൈസ്. അപ്പൊ എനിക്ക് ക്ലാസ്സിന് പോകുമ്പോഴുള്ള വീഡിയോ എടുക്കാം, ഒക്കെ എടുക്കാം. ഞാൻ അതിന്റെ ഒക്കെ വ്ളോഗ് ഇടും. പിന്നെ എന്റെ ഫോണിന്റെ സ്റ്റോറേജ് ഏകദേശം തീരുമാനമായിരിക്കണം. ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങളിപ്പോ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് ഓരോ ദിവസം ഓരോരുത്തർ ലോങ് വീഡിയോ ഇടുകയാണ്. മീൻസ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞങ്ങൾ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് ഫോൺ എല്ലാവരും അരുണിയും ഫോൺ എടുക്കാണ്ട് ഓളെ ഫോണും കൂടി റെഡി ആയി കഴിഞ്ഞാൽ ഒരു ദിവസം അരുണി, ഒരു ദിവസം അമ്മും, ഒരു ദിവസം ഞാൻ, അങ്ങനത്തെ രീതിക്കാവും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ലോങ് വീഡിയോ പോവാം. ഷോർട്സും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ പറ്റുമ്പോൾ മാത്രമേ ഒരുമിച്ചുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. ലൈവും ഇനി ഒറ്റയ്ക്കാവും വരിക. ഓരോരുത്തർ ഒറ്റയ്ക്ക് അതെല്ലാ ദിവസവും ഉണ്ടാവും ലൈവ്. പക്ഷെ ഒരു ദിവസം ഇപ്പൊ തിങ്കളാഴ്ച അമ്മ ആണെങ്കിൽ ചൊവ്വാഴ്ച ഞാൻ, കഴിഞ്ഞിട്ട് അരുണി, പിന്നെ വ്യാഴാഴ്ച അമ്മും, വെള്ളിയാഴ്ച ഞാൻ, അങ്ങനെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മള് വരുന്ന വീഡിയോസിലൊക്കെ അറിയിക്കും. ഫോൺ ശരിയായി കഴിഞ്ഞാല് ജില്ലാങ്കിടി ജിങ്കാക്കിടി വീഡിയോസ് ഒക്കെ വരും ഗൈസ്. പൊടി വീഡിയോസ് വരും. അത്ര സാറ് ഫോണൊന്നുമല്ല, നമ്മളുള്ള ഫോണായിട്ട് നല്ല വീഡിയോസ് എടുക്കാൻ ശ്രമിക്കും. പിന്നെ സ്റ്റോറേജ് ഒക്കെ തോന്നുന്നുണ്ടാവും, അപ്പൊ അതൊക്കെ നല്ലതാണ്. ഇപ്പൊ തന്നെ ഞങ്ങൾ സ്റ്റോറേജ് ചെയ്യാണ്ട് കുറെ കഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. ഞാൻ അപ്പൊ അത് ഫോണൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിന് പോകാൻ തുടങ്ങും. കാരണം ഫോൺ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ് ക്ലാസ്സിന് പോകാത്തത്. കാരണം എൻ്റെ ട്രെയിനിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഫോണിലാണ്. അപ്പൊ വേറെ ഇവിടെ ഫോണും ഇല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ക്ലാസ്സിന് പോകാത്തത്. അപ്പൊ ആ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ്സിനും പോവും. അപ്പൊ ഞാൻ ക്ലാസ്സിന് പോണ വീഡിയോസ് ഇടാം. പിന്നെ എന്റെ ക്ലാസ് ഒക്കെ കാണിച്ചു തരാം. കോഴിക്കോടാണ് ഞാൻ പഠിക്കുന്നത്. ഫ്രണ്ട്സുകളൊക്കെ കാണിച്ചു തരും. എന്റെ ഫ്രണ്ട്സുകളൊന്നും ഇല്ല ഇപ്പൊ അവിടെ, കുറച്ചാൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ കാണിച്ചു തരാം. പിന്നെ ആർക്കൊക്കെ പരാതി ഉണ്ടെങ്കിലും എന്റെ ഭാഗത്ത് കുരു വരുന്നില്ല എന്ന് തന്നു. ഇവിടെ ഒരു ഊരുണ്ട്, ഇവിടെ ഒരു ഊരുണ്ട്. അതൊക്കെയാണ് ഗൈസ് നമ്മളെ അപ്കമിങ് എന്താ പറയാ വിശേഷങ്ങൾ. അതൊക്കെ ഞങ്ങള് വഴിയെ അറിയിക്കും. പിന്നെ ഇപ്പൊ എന്താ ഇത്ര തന്നെ ഉള്ളു ഗൈസ്. ഞങ്ങള് കേൾക്കുന്ന സൗണ്ട് മുകളിൽ പണി നടക്കുന്നതിന്റെ സൗണ്ടാണ്. ക്ഷമിക്കുക, നിങ്ങൾ ആ സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ശ്രമിക്കുക.
ഞങ്ങളെ ട്രാൻസിഷൻ വീഡിയോസ് ഒക്കെ വരും. തീ പാറുന്ന സാധനം, പൊടി സാധനങ്ങൾ വരും. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടുമ്പോൾ മാറ്റിയൊക്കെ വരും. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യും. താഴത്തുനിന്നൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ചെയ്യും. തെങ്ങുമെന്ന് ഇങ്ങനെ തേങ്ങ വെക്കുമ്പോ ഞങ്ങളിങ്ങനെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊണ്ട് അത് എഡിറ്റ് ചെയ്യാനുള്ള കഴിവില്ല. അരുണിയാണ് എഡിറ്റ് ചെയ്യണ ആള് വീഡിയോസൊക്കെ. ആദ്യം ഇവള് എഡിറ്റ് ചെയ്തിരുന്നു. ഓളെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഓള് എഡിറ്റ് ചെയ്യില്ല. അരുണിയാണ് വീഡിയോ എഡിറ്റ് ചെയ്യല്. ഓൾക്കൊരു ബിഗ് ക്ലാപ്പ് ചെയ്യാൻ ഒറ്റ ചെയ്തോണ്ട് ക്ലാപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ ഗൈസ്, കയ്യടേ ഇവിടെ ഫോണിന് എന്തോ കാര്യമായിട്ട് പറ്റിയത്. അപ്പൊ ഗൈസ്, അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങൾ. അതെ, കുറച്ച് ടൈമത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇനി അടുത്ത വ്ലോഗായിട്ട് വരുന്നവരെ ബൈ.